സർവകലാശാല ഭാരതാംബ വിഷയങ്ങളിൽ ഭിന്നത തുടരുന്നതിനിടെ മുഖ്യമന്ത്രി ഗവർണർ നിർണായക കൂടിക്കാഴ്ച ഉടൻ. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കാണും. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്തും ചെയ്യുന്നു. അലക്സ്, ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടൊരു കത്തെഴുതിയത് മുതൽ ഏറ്റവും ഒടുക്കം കേരള സർവകലാശാലയിലെ VC റൈസർ പ്രശ്നം വരെ ചർച്ച ചെയ്യാൻ വിഷയങ്ങളേറെയുണ്ട്. കൂടിക്കാഴ്ചയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? സുഹേല, അതിലുപരി വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ്. സർവകലാശാലകളെ ചാരിയുള്ള സർക്കാർ ഗവർണർ പോര് ഒരു വെടിനിർത്തലിലേക്ക് എത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രി കൂടി ഇടപെട്ടതിന് ശേഷമാണ് അതിൽ താൽക്കാലിക അനുരഞ്ജനത്തിനുള്ള ശ്രമം തുടങ്ങിയത്, ഒരു സമവായ നീക്കം ആരംഭിച്ചത്. അതിൻ്റെ ഫലമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമലിനെ വിളിപ്പിക്കുന്നു. അതുമാത്രമല്ല, സിൻഡിക്കേറ്റ് ചേരാൻ തീരുമാനിച്ചതായി ആർ ബിന്ദു തന്നെ വ്യക്തമാക്കുന്നു. അതിന് സിൻഡിക്കേറ്റ് അംഗങ്ങളും മോഹൻ കുന്നുമലിനും അതിന് സമ്മതം മൂളി എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ സർവകലാശാല വിഷയം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ എന്ത് നടപടി കൈക്കൊണ്ടു എന്ന് സ്വാഭാവികമായി സർക്കാർ അവിടെ മറുപടി പറയേണ്ടി വരും. അതിനു മുമ്പ് ഈ വിഷയങ്ങൾ പുറത്തു തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് SFI അടക്കം ഈ വൈസ് ചാൻസലർക്കെതിരെയൊക്കെ പ്രഖ്യാപിച്ച സമരം അത് അവസാനിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഒന്ന്, നിയമസഭ പാസ്സാക്കിയ 2 പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഇതുവരെയും ഗവർണർ ഒപ്പിട്ടിട്ടില്ല. ആ ബില്ലുകൾ 2 ഗവർണറുടെ പരിഗണനയിൽ ഇപ്പോഴും ഇരിക്കുകയാണ്. ഒന്ന് സർവകലാശാല ഭേദഗതി ബില്ലാണ്. അതിൽ ഗവർണറുടെ അധികാരപരിധി വെട്ടിച്ചുരുക്കുന്ന ബില്ലാണ് ഈ സർവകലാശാല ഭേദഗതി ബില്ല്. മറ്റൊന്ന് ഈ സ്വകാര്യ സർവകലാശാല ബില്ലാണ്. ഈ 2 പ്രധാനപ്പെട്ട ബില്ലുകൾ ഗവർണറുടെ പരിഗണനയിൽ ഇരിക്കുന്നു. അത് മാത്രമല്ല, ഈ സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നും ഗവർണർക്ക് പ്രതികൂല വിധി ഉണ്ടായിരുന്നു. സർക്കാർ മുഖ്യമന്ത്രി അല്പസമയത്തേക്കും രാജ്ഭവനിലെത്തി ഗവർണറെ കാണും. ഒരുപാട് കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.